we fall down, we lay our crowns at the feet of Jesus. Hebrews 11:4. എബ്രായർ 11 അതിന്റെ 4 തിരിയാം. Before that, Exodus 20:24. അതിനു മുൻപ് പുറപ്പാട് 20:24. Exodus 20:24. പുറപ്പാട് 20:24. എനിക്ക് മണ്ണുകൊണ്ടൊരു യാഗപീഠമുണ്ടാക്കി അതിന്മേൽ നിന്റെ ഹോമയാഗങ്ങളെയും സമാധാനയാഗങ്ങളെയും നിന്റെ ആടുകളെയും കന്നുകാലികളെയും അർപ്പിക്കണം. ഞാൻ എൻ്റെ നാമത്തിന് സ്മരണ സ്ഥാപിക്കുന്ന ഏത് സ്ഥലത്തും ഞാൻ നിന്റെ അടുക്കൽ നിന്നെ അനുഗ്രഹിക്കും, വന്ന് നിന്നെ അനുഗ്രഹിക്കും. Amen. Amen. ഹല്ലേലൂയ. Build my altar wherever I cause my name to be remembered, and I will come to you and I will bless you. The last Amen. part of that verse. എനിക്ക് മണ്ണുകൊണ്ട് ഒരു യാഗപീഠമുണ്ടാക്കി എന്നെ ഓർക്കുന്ന ഈ ഇടങ്ങളിലൊക്കെയും ഞാൻ വന്ന് അനുഗ്രഹിക്കും. Amen. ഹല്ലേലൂയ. So we've been talking about altars. നമ്മൾ യാഗപീഠങ്ങളെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. We know that these altars are the entry point to the presence and purpose of God. നമുക്കറിയാം ഈ യാഗപീഠങ്ങള് ദൈവം പ്രവേശിക്കുന്ന ചില ഇടങ്ങളാണ് എന്ന്. The altar is a place where God meets man. യാഗപീഠം എന്ന് പറയുന്നത് അത് ദൈവം മനുഷ്യനെ കണ്ടുമുട്ടുന്ന ഇടമാണ്. The altar is a place of covenant and promise. ഈ യാഗപീഠത്തിലാണ് ഉടമ്പടികൾ അവിടെ സ്ഥാപിക്കപ്പെടുന്നത്, വാഗ്ദത്തങ്ങൾ ലഭിക്കുന്നത്. The altar is what activates heaven to touch earth. ഈ യാഗപീഠമാണ് സ്വർഗം ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നത്. And the altar, like I said, is the place where fire will be found. ഈ യാഗപീഠത്തിന്റെ മേലാണ് തീ ഇറങ്ങുന്നത്. Now let's read Hebrews 11:4. ഇനി നമുക്ക് എബ്രായർ 11 അതിന്റെ 4 വായിക്കാം. വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കയ്യിൻ്റെതിലും ഉത്തമമായ യാഗം കഴിച്ചു. Amen. അതിനാൽ അവന് നീതിമാൻ എന്ന സാക്ഷ്യം ലഭിച്ചു. ദൈവം അവൻ്റെ വഴിപാടിന് സാക്ഷ്യം കൽപ്പിച്ചു. മരിച്ച ശേഷവും അവൻ വിശ്വാസത്താൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ആമേൻ. Amen. Amen. The true faith, though he is dead, he still speaks. മരിച്ചു കഴിഞ്ഞിട്ടും ഇന്നും അതിനുശേഷവും അവൻ വിശ്വാസത്താൽ സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു. So one of the things, the power of an altar is that it has a voice even Amen. after you are gone. ആമേൻ. ഒരു യാഗപീഠത്തിന്റെ പ്രത്യേകതയാണ് നിങ്ങൾ ഈ സ്ഥലം വിട്ടുപോയി കഴിഞ്ഞാലും അതിനൊരു ധ്വനിയുണ്ട്, ഒരു ശബ്ദമുണ്ട്, അത് സംസാരിച്ചു കൊണ്ടേയിരിക്കും. Amen. ഹല്ലേലൂയ. It stays there even after you leave. നിങ്ങൾ പോയി കഴിഞ്ഞാലും അത് സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു. Even after you pass away. നിങ്ങൾ ഈ ഭൂമി വിട്ടുപോയാലും അത് സംസാരിച്ചു Because കൊണ്ടേയിരിക്കുന്നു. that is a place where a sacrifice is made. കാരണം അവിടെയാണ് ചില യാഗങ്ങൾ അർപ്പിക്കപ്പെട്ടത്. That is where it becomes a gateway between heaven and earth. അവിടെയാണ് സ്വർഗവും ഭൂമിയും തമ്മിൽ ഒരു വഴി ഒരുങ്ങിയതുപോലെ സംഭവിച്ചത്. And there is where a spiritual connection is made. അവിടെയാണ് ഒരു ആത്മീകമായ ഒരു ബന്ധം സ്ഥാപിക്കപ്പെട്ടത്. And you are able to access. അവിടുന്നാണ് നിങ്ങൾക്ക് ആ പ്രവേശനം ലഭിച്ചത്. But even when you are gone, it stays. എന്നാൽ നിങ്ങൾ പോയതിനു ശേഷവും അത് അവിടെ The നിലനിൽക്കുകയാണ്. voice stays. ആ ശബ്ദം, ആ ധ്വനി അവിടെ The നിലനിൽക്കുന്നു. fire stays. ആ തീ അവിടെ നിൽക്കുന്നു. Amen. Are you with me? നിങ്ങൾ എൻ്റെ കൂടെയുണ്ടോ? Because altars are always also a place of remembrance. ഈ യാഗപീഠങ്ങൾ ഓർമ്മകളുടെ ഒരു ഇടമാണ്. That's why, every time you see an altar, it speaks to future generations. അതുകൊണ്ട് തന്നെ യാഗപീഠത്തെ നമ്മൾ നോക്കുമ്പോൾ വരും തലമുറകളിലേക്ക് അത് സംസാരിക്കുകയാണ്. If you see the life of the Israelites, every time they saw a miracle, they would build an altar.
എപ്പോൾ അത്ഭുതം കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇസ്രായേൽ മക്കൾ അവർ ഉടനെ ഒരു യാഗപീഠം Why പണിതു. did they build that? എന്തുകൊണ്ടാണ് അവരത് ചെയ്തതെന്ന് So the അറിയാമോ? generations could see it and say, Amen. if the Lord has done this for my Yes. fathers, He will do it for us. Yes. തലമുറകൾ പറയണം, എന്റെ പിതാക്കന്മാർക്ക് വേണ്ടി ദൈവം ഇത് ചെയ്തു എങ്കിൽ ഞങ്ങൾക്ക് വേണ്ടിയും ഇത് ചെയ്യും. But here Hebrews is telling us that even through faith, Abel built an altar. ഇവിടെ എബ്രായ ലേഖനത്തിൽ പറയുന്നുണ്ട്, വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് ഒരു യാഗപീഠം പണിതു. You know, for us, many times we think it is about sacrifice. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നു ചിലത് അർപ്പിക്കുന്നതിനെ കുറിച്ചാണ്, യാഗങ്ങളെ കുറിച്ചാണ്. But it is not about just sacrifice, it is about obedience. ഇവിടെ നമ്മൾ ചിലത് അർപ്പിച്ചു എന്നുള്ളതല്ല, അനുസരണമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട And so വിഷയം. Abel offered something. അതുകൊണ്ട് ദാ ഹാബേൽ ചിലത് And അർപ്പിക്കുകയാണ്. that it releases a voice even today. That's what the word says. വചനം പറയുന്നത് അത് ഇന്നും ഒരു ശബ്ദം പുറപ്പെടുവിക്കുകയാണ്. Abel is dead, ഹാബേൽ മരിച്ചുപോയി, but his sacrifice is still speaking. എന്നാൽ തന്റെ യാഗം ഇന്നും സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു. His altar is still speaking. അദ്ദേഹത്തിന്റെ യാഗപീഠം ഇന്നും സംസാരിക്കുകയാണ്. Amen. Can we read Hebrews 12:24? 12:24 നമുക്ക് വായിക്കാം. പുതുനിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കലത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. Amen. ഹല്ലേലൂയ. So blood represents life. ഈ രക്തം അത് ജീവനെ കുറിക്കുന്നു. And the sacrifice of that life. ആ ജീവൻ അർപ്പിച്ച യാഗത്തെ It says ഓർമ്മിപ്പിക്കുന്നു. here that the blood of Jesus speaks a better word than of Abel. ഇവിടെ പറയുന്നത് യേശുവിന്റെ രക്തം ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി ഇന്നും സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു. What is Jesus speaking എന്താണ് today? യേശു ഇന്ന് സംസാരിക്കുന്നത്? That we are loved. നമ്മെ സ്നേഹിക്കുന്നു, We are valued. നമുക്ക് ദൈവം മൂല്യം And കൽപ്പിക്കുന്നു. it is worth it. അത് അതിന് തക്കതായിട്ടുള്ള ഒരു കാര്യമാണ് രക്തം. Abel offered that. ഹാബേൽ അത് അർപ്പിക്കുക. Amen. ആമേൻ. Isn't that so beautiful that even after he passed away, ഒന്ന് ഓർത്തു നോക്കിക്കേ, അദ്ദേഹം പോയതിന് ശേഷവും അദ്ദേഹത്തിന്റെ യാഗം the സംസാരിച്ചു. altar is speaking. ആ യാഗപീഠത്തിന് ഒരു ധ്വനിയുണ്ട്. See, you can sacrifice without being obedient, അനുസരണമില്ലാതെ ചില യാഗങ്ങളെ അർപ്പിക്കുവാൻ കഴിയും. but you can never be obedient without sacrifice. എന്നാൽ അനുസരണത്തിന്റെ തികവ് എല്ലായ്പ്പോഴും യാഗം അർപ്പിക്കുന്നതിലൂടെ കൂടിയാണ് വരുന്നത്. So the goal here is not just to sacrifice, the goal here is to be obedient. അതുകൊണ്ട് ഇവിടുത്തെ വിഷയം എന്ന് പറയുമ്പോൾ യാഗങ്ങൾ അർപ്പിക്കുക എന്നുള്ളതല്ല, അനുസരണത്തിന്റെ തികവിന്റെ ഭാഗമായി അത് ചെയ്യുക എന്നുള്ളത് But കൂടിയാണ്. obedience to God will require sacrifice. എന്നാൽ ദൈവത്തോടുള്ള അനുസരണം ചില യാഗങ്ങളെ അർപ്പിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ഒന്നാണ്. Sometimes we want to give us, self from ourselves. ചില സമയങ്ങളില് നമ്മുടെ സ്വയം ഇച്ഛയ്ക്കകത്തുനിന്നും ശക്തിക്കകത്തുനിന്നും കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ That is why we കൊടുക്കുന്നവരാണ്. think that we can just give anything. അതുകൊണ്ടാണ് നമ്മൾ ഒരു ധാരണയുണ്ട്, ഓ കൊടുക്കണോ, God കൊടുക്കാമല്ലോ. was upset with Cain and Cain. impressed with Abel. ദൈവം ഹാബേലിനെ നോക്കി സന്തോഷിച്ചു, കായനെ നോക്കി ദൈവത്തിന് ഇഷ്ടമില്ലായിരുന്നു. Both of them sacrificed, രണ്ടുപേരും യാഗങ്ങളെ കൊണ്ടുവന്നില്ലേ, but only one was obedient. പക്ഷെ ഒന്നാണ് ഹൃദയപ്രകാരം അനുസരണത്തിൽ അത് ചെയ്തത്. Amen. That's why he says, sacrifice I have not desired, but I want obedience. അതുകൊണ്ടാണ് വചനത്തിൽ ഇങ്ങനെ പറയുന്നത്, യാഗങ്ങളെയോ ഞാൻ ഇച്ഛിച്ചില്ല, അതിലും അനുസരണമല്ലേ എനിക്ക് പിടിക്കുന്നത്. We are building an altar of praise. നമ്മള് ഒരു സ്തുതിയുടെ യാഗപീഠം പണിയുകയാ. And like I said, worship and prayer, all this is invisible.
ഈ ആരാധന, ഈ പ്രാർത്ഥന, ഇതെല്ലാം അദൃശ്യമായ മണ്ഡലത്തെ ചലിപ്പിക്കുന്ന ചില വിഷയങ്ങളാണ്. But this has actual substance. പക്ഷേ ഇതിനകത്ത് വാസ്തവമായിട്ടുള്ള ഘനമേറിയ ചിലതുണ്ട്. In the spiritual realm. ആത്മമണ്ഡലത്തിൽ. So how do we build this new covenant altar? എങ്ങനെയാണ് പുതിയ നിയമത്തിന്റെ യാഗപീഠം പണിയുവാൻ കഴിയുന്നത്? Yes, it is prayer and worship. അതേ, ആരാധനയും പ്രാർത്ഥനയും തന്നെ അതിനകത്തെ വിഷയം. Let's read Revelation 5:8. വെളിപ്പാട് 5:8 നമുക്കൊന്ന് വായിക്കാം. വാങ്ങിയപ്പോൾ 4 ജീവികളും 24 മൂപ്പന്മാരും ഓരോരുത്തൻ വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിന് മുമ്പാകെ വീണു. When he had taken the book, the 4 living creatures and the 24 elders fell down before the Lamb, ആമേൻ, ആമേൻ. each one holding a harp ഹല്ലേലൂയ. and golden bowls of incense, Amen. which are the prayers of the saints. വാങ്ങിയപ്പോൾ 4 ജീവികളും 24 മൂപ്പന്മാരും ഓരോരുത്തൻ വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിന്റെ മുൻപാകെ വീണു. Your prayers are going as ആമേൻ. incense. നിങ്ങളുടെ പ്രാർത്ഥനകൾ ധൂപം പോലെ ദൈവസന്നിധിയിലേക്ക്. It is filling the heavenly and the spiritual realm. അത് ആത്മമണ്ഡലത്തെ, സ്വർഗമണ്ഡലത്തെ നിറയ്ക്കുന്ന ധൂപവർഗമായി മാറുകയാണ്. Your prayers and your worship, this filling the bowls in heaven. ആമേൻ. നിങ്ങളുടെ പ്രാർത്ഥനകളും നിങ്ങളുടെ ആരാധനകളും അത് സ്വർഗത്തിലുള്ള ആ പാത്രത്തെ നിറയ്ക്കുന്ന ഒന്നായി മാറുകയാണ്. Isn't that substance in the spirit? ആത്മാവിൽ ഘനമായ ചിലതിനെ കുറിക്കുന്നില്ലേ അത്? And what happens എന്താണ് സംഭവിക്കുന്നത്? when any bowl gets filled? ഏതെങ്കിലും ഒരു പാത്രം നിറഞ്ഞു കഴിഞ്ഞാൽ What happens? എന്താ സംഭവിക്കുന്നത്? It begins to tip over. അതിനകത്തുനിന്ന് നിറഞ്ഞ് കവിയും. And where does it tip over to? എങ്ങോട്ടാ ഒഴുകി പോകുന്നത്? It comes back on earth. അത് തിരിച്ച് ഭൂമിയിലേക്ക് വരികയാണ്. It comes back on your altars. വീണ്ടും നിന്റെ യാഗപീഠത്തിലേക്ക് ചിലത് ചൊരിയപ്പെടുകയാണ്. ആമേൻ, Amen. ആമേൻ, ആമേൻ. That is the power of your prayer and your worship. അതാണ് നിങ്ങളുടെ ആരാധനയുടെയും പ്രാർത്ഥനയുടെയും ശക്തി. When those bowls get filled in heaven, സ്വർഗത്തിലെ ആ പാത്രങ്ങൾ നിറയുമ്പോൾ it will tilt അത് ദേ ഇങ്ങനെ നിറഞ്ഞ് കവിയുകയാണ്. and it will begin to flow out. അത് പുറത്തേക്ക് അത് ഒഴുകി വരികയാണ്. And when it flows out, അത് അങ്ങനെ ഒഴുകി വരുമ്പോൾ it will change your atmospheres. അന്തരീക്ഷത്തെ മാറ്റുന്ന ഒന്നായി മാറും. You also see here there is, it talks about a harp, അവിടെ തന്നെ ഒരു വീണയെ കുറിച്ച് പറയുന്നുണ്ട്. which is worship. അത് ആരാധനയാണ്. So 2 elements together, 2 കാര്യം ഒരുമിച്ച്, worship and prayer. ആരാധനയും പ്രാർത്ഥനയും. The harp and the bowl. Harp and bowl. Amen. ആമേൻ. Your prayers are going up to heaven. നിങ്ങളുടെ പ്രാർത്ഥന ദൈവസന്നിധിയിലേക്ക് എത്തുകയാണ്. It is never in vain. അതൊരിക്കലും വെറുതെ പോകുകയില്ല. That's why here many times you see the scripture, the worship is compared to incense. ആരാധന പലപ്പോഴും ഒരു ധൂപവർഗമായി അതിനെ സമമായി കണ്ടിരിക്കുന്നു. Let's read Psalms 141 verse 2. 141 സങ്കീർത്തനം അതിന്റെ 2-ാം വാക്യം. Accept my prayer as an incense offered to you, and my upraised hands as an evening offering. എൻ്റെ പ്രാർത്ഥന തിരുസന്നിധിയിൽ ധൂപമായും എൻ്റെ കൈകളെ മലർത്തുന്നത് സന്ധ്യായാഗവുമായി തീരട്ടെ. Your prayer is, what it says here? ധൂപമായും As incense. എൻ്റെ പ്രാർത്ഥന തിരുസന്നിധിയിൽ ധൂപമായും എൻ്റെ കൈകളെ മലർത്തുന്നത് സന്ധ്യായാഗമായും തീരട്ടെ. Thank God for this church and that this is a worshiping church. നിങ്ങൾ ആരാധിക്കുന്ന ഒരു സഭയാണ്. ഞാൻ ദൈവത്തിന് നന്ദി Being പറയുന്നു. a worship leader and gone to many places. ഒരു വർഷിപ്പ് ലീഡറായ ഞാൻ ഒരുപാട് സഭകളിൽ പോയിട്ടുള്ള ആളാണ്. Sometimes people come and look at you like, get me to worship.
ചില സമയത്ത് ആൾക്കാർ വന്ന് എന്നെ ഇങ്ങനെ തുറച്ചു നോക്കിയിട്ട് ആരാധനയിലേക്ക് ഞങ്ങളെ നയിക്ക് എന്ന ഒരു ചോദ്യത്തോടെയാണ് എന്നെ നോക്കുന്നത്. Let me see if you can get me to worship. നിങ്ങളെ അതിനാ വിളിച്ചത്. നിങ്ങൾക്കത് പറ്റുമോ ഇല്ലയോ എന്ന് നോക്കട്ടെ. They will stare at us. ഇങ്ങനെ തുറച്ചു നോക്കും. Look at us. നമ്മളെ ഇങ്ങനെ നോക്കിയിരിക്കുക. We have to tell, our worship leaders today, we have become like this IPL cheerleaders. ഈ IPL cheer leaders പോലെ ആയി മാറിയിരിക്കുകയാണ് Stand worship up. leaders. Lift up your hands. കൈപൊക്ക്. Sit down. ഇരിക്കുക. Turn around. ഇങ്ങനെ തിരിഞ്ഞു Kneel പോ. down. മുട്ടുകുത്ത. Get up. എഴുന്നേക്ക്. We become PT teachers. നമ്മൾ ഈ ട്രെയിനിങ് കൊടുക്കുന്ന ഫിസിക്കൽ ട്രെയിനിങ് ടീച്ചേഴ്സ് പോലെയാ. When you love Jesus, എന്നാൽ യേശുവിനെ സ്നേഹിക്കുന്നു. you don't have to ask you to lift up your hands. നിങ്ങളുടെ കരങ്ങളെ പൊക്കെന്നോ പൊക്കരുതെന്നോ Every time you lift your hands, നിങ്ങളുടെ കരങ്ങളെ നിങ്ങൾ ഉയർത്തും. everyone seated here, remember that itself is an offering to Him. നിങ്ങൾ ഓർക്കണമേ, വെറുതെ ഇങ്ങനൊന്ന് ചെയ്താൽ പോലും അത് യേശുവിനൊരു യാഗം അർപ്പിക്കുക. That is what the word says, not me. ആമേൻ. വചനം അങ്ങനെയാ പറയുന്നത്, ഞാനല്ല. Amen. And He has called us to release worship and prayer, അങ്ങനെ ആരാധനയും പ്രാർത്ഥനയും പുറപ്പെടുവിക്കുവാൻ നമ്മെ വിളിച്ചു. where it will invade darkness. എത്ര അന്ധകാരമാണെങ്കിലും As we release praise and worship and നമ്മൾ prayer, ആരാധനയും പ്രാർത്ഥനയും നമ്മൾ അങ്ങോട്ട് സ്തുതികളും പുറപ്പെടുവിക്കുമ്പോൾ, and so this altar then becomes a voice. ഈ യാഗപീഠം സംസാരിക്കുന്നതായി മാറുകയാണ്. So then the songs that you sing, they don't just disappear. നിങ്ങൾ പാടുന്ന പാട്ടുകൾ അങ്ങ് ഇല്ലായ്മയിലേക്ക് നീങ്ങിപ്പോകുന്ന ഒന്നല്ല. Even when you stop worshiping, it is in the atmosphere. നിങ്ങൾ പാട്ട് പാടുന്നത് നിർത്തിക്കഴിഞ്ഞാലും അന്തരീക്ഷത്തിൽ ഒരു കാര്യമായി അതിങ്ങനെ സഞ്ചരിക്കുകയാണ്. It stays as a voice. ഒരു ശബ്ദമായി അതവിടെ നിലനിൽക്കുകയാണ്. Oh, isn't that powerful? ഓ, അതിശക്തമായ ഒരു That വിഷയം. even when we stop worship, നമ്മൾ ആരാധന നിർത്തിക്കഴിഞ്ഞാലും the altars continue to reverberate that in the atmosphere. യാഗപീഠം ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ടേയിരിക്കുക. And they release a sweet fragrance. നമ്മള് ഒരു നല്ല സുഗന്ധ തൈലത്തിന്റെ ആ ഒരു ഫ്രേഗ്രൻസ് പുറപ്പെടുവിക്കുന്നത്. Becomes an altar between, a gateway between heaven and earth. സ്വർഗവും ഭൂമിയും തമ്മിലുള്ള ഒരു തുറന്ന വാതിലായി അത് മാറുകയാണ്. See, this is the invitation. ഇതാണ് കർത്താവ് നമുക്ക് തരുന്ന ഇൻവിറ്റേഷൻ. Like any other ministry, this is not a ministry that is easy. വേറെ ഏത് ശുശ്രൂഷ പോലെയും ചെയ്യാൻ എളുപ്പമല്ലാത്ത ഒരു ശുശ്രൂഷയാണ്. Because in every other ministry, somebody will come to you and say, "Oh, you're anointed." ഇനിയിപ്പോ വേറെ ഏതെങ്കിലും ശുശ്രൂഷയാണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് കണ്ടിട്ട് ആൾക്കാർ വന്ന് പറയുമോ, ഭയങ്കര അഭിഷേകം. You will get invitations. നിങ്ങളെ ആൾക്കാർ വിളിക്കും. People will call from nations. പല രാജ്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ വിളി വരും. But you sit in a room and worship and pray. പക്ഷെ ഒരു മുറിക്കകത്തിരുന്ന് ആരാധിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. Only heaven will be your backup. ആമേൻ. സ്വർഗം മാത്രം നിങ്ങളെ കണ്ട് ആ അംഗീകാരത്തിൽ മുൻപോട്ട് പോകേണ്ടുന്ന ഒരു പദവിയാണ്. And as priests, that responsibility on us. എന്നാൽ പുരോഹിതന്മാരായിരിക്കുന്ന നമ്മുടെ മേലുള്ള ഉത്തരവാദിത്തമാണ് To build that altar. ആ യാഗപീഠം To see that worship rises. ആരാധന ഉയരട്ടെ. To see that prayer rises. പ്രാർത്ഥന ഉയരട്ടെ. Amen. Hallelujah. To see that these altars, do not worry, because even when you are tired and when you stop, the altars will keep declaring it. ഹല്ലേലൂയ. നിങ്ങൾ ക്ഷീണിച്ചു പോകുമ്പോൾ, നിങ്ങൾ തളർന്നു പോകുമ്പോഴും ആ പണിയപ്പെട്ടിരിക്കുന്ന യാഗപീഠം സംസാരിച്ചു കൊണ്ടേയിരിക്കും. I can tell you this, number of times I've been discouraged. എത്രയോ പ്രാവശ്യം മനസ്സ് ക്ഷീണിച്ചു പോയ അവസ്ഥ. Number of times I've said, "No, this is not a ministry." എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞു, കർത്താവേ, ഇതൊന്നും ഒരു ശുശ്രൂഷയായിട്ട് കൂട്ടാനേ പറ്റത്തില്ല. I've loved to travel. എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനെ ഒത്തിരി സ്ഥലത്ത് യാത്ര ചെയ്തു But in പോകുന്നത്. the last few years, പക്ഷെ കഴിഞ്ഞ ചില വർഷങ്ങൾ the Lord has been just putting this again and again. വീണ്ടും 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 എന്നോട് ഇടപെട്ടു.
is to build these kind of altars in different cities. പല പട്ടണങ്ങളിൽ ഇതുപോലുള്ള യാഗപീഠങ്ങളെ പണിതെടുക്കണം. Amen. ഹല്ലേലൂയ. People that will host the presence of God. ദൈവത്തിന്റെ സാന്നിധ്യത്തെ കൊണ്ടു നടക്കുന്നവർ. That even when we understand that it changes atmospheres and regions, ഓരോ അന്തരീക്ഷങ്ങളെ സ്ഥലങ്ങളെ ഒക്കെ രൂപാന്തരപ്പെടുത്തുന്നതായി. I mean, if you believe that, നിങ്ങളിൽ എത്ര പേർ അത് വിശ്വസിക്കുന്നു? and I believe that, you know, there will be a very strong house of prayer movement here. ആമേൻ. ഞാൻ വിശ്വസിക്കുകയാണ് അതിശക്തമായ ഒരു ഹൗസ് ഓഫ് പ്രെയർ മൂവ്മെന്റ് ഈ സ്ഥലത്ത് കർത്താവ് എഴുന്നേൽപ്പിക്കും. ഹല്ലേലൂയ. The beauty about this ministry is ഈ ഒരു ശുശ്രൂഷയുടെ ഒരു മനോഹാരിത, it is not in numbers, അത് എണ്ണത്തിലല്ല, it is not in quantity, അത് എത്ര അധികമുണ്ട് എന്നുള്ളതിലല്ല. it is even if it is the little and it is pure. അത് അല്പമേ ഉള്ളൂ എങ്കിലും അത് ഏറ്റവും വിശുദ്ധിയുള്ളതാണെങ്കിൽ that is enough for God to do something. കർത്താവിന് അത് മതി, അത് മതി. We begin to see the life of Samuel the prophet. ശമൂവേൽ പ്രവാചകന്റെ ജീവിതം നാം കാണുകയാണ്. He also built a place like that. അങ്ങനെ ഒരു സ്ഥലം അദ്ദേഹം ഉണ്ടാക്കി. 1 Samuel 19, you can just keep, I don't want to go to that chapter. അങ്ങോട്ട് പോകണമെന്നില്ല. 1 Samuel 19, 1 ശമൂവേൽ 19 we begin to see how he learned to build that altar. എങ്ങനെയാണ് ആ യാഗപീഠം പണിയുവാൻ താൻ അവിടെ പദ്ധതിയിട്ടത്. He knew what that would do. എന്താണ് അത് ചെയ്യുവാൻ അതിന് കഴിവുള്ളത് എന്ന് താൻ ഗ്രഹിച്ചു. So you can have this and come together even in a small place. ഒരു ചെറിയ സ്ഥലത്ത് അല്പം പേരായി നിങ്ങൾക്കത് ഏറ്റവും നല്ല രീതിയിൽ ചെയ്യുവാൻ But കഴിയും. remember this, ഒരു കാര്യം ഓർക്കണം. every time you are worshiping, ഓരോ പ്രാവശ്യവും നിങ്ങൾ ആരാധിക്കുമ്പോൾ you are building something with your worship. നിങ്ങളുടെ ആരാധന കൊണ്ട് നിങ്ങൾ ചിലതൊക്കെ പണിയുകയാണ്. Brick by brick, stone by stone, കല്ലിന്മേൽ കല്ല് വെച്ച് you are building him a throne. നിങ്ങള് അവിടെ ഒരു സിംഹാസനത്തെ പണിയുകയാണ്. Amen. ഹല്ലേലൂയ. Worship and prayer. ആരാധനയും പ്രാർത്ഥനയും. And it can be in the hardest places. അത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള സ്ഥലത്തായേക്കാം. And this is not about performance. ഇത് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതല്ല. This, is not something to entertain the audience. ഇവിടെ നമ്മുടെ അടുത്ത് വന്നിരിക്കുന്ന ഓഡിയൻസിനെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം. This is not a gift to show that, oh, I have this. എന്റെ കയ്യിൽ ഇന്ന കൃപാവരങ്ങൾ ഉണ്ട് എന്ന് പ്രദർശിപ്പിക്കുന്ന സംഗതിയല്ല. This is what heaven wants to receive. എന്നാൽ സ്വർഗം നിങ്ങളിൽ നിന്നും സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു And there will be an unleash of heaven on earth. സ്വർഗം ഈ ഭൂമിയിൽ വെളിപ്പെടുന്ന ഒരു Yes, കാര്യമായി. demons will flee. Demons will flee. ഡീമൺസ് പിശാചുക്കൾ ഓടിപ്പോകും. Sicknesses will flee. രോഗങ്ങൾ മാറിപ്പോകും. Depression will flee. ഡിപ്രഷൻ മാറും. Confusion will move away. നിങ്ങളുടെ ആശയക്കുഴപ്പങ്ങൾ മാറും. So remember this. This is not a game. ഇത് ഒരു കളിയല്ല എന്ന് ഓർക്കണം. It is the source of our life and our strength. ഇത് നിങ്ങളുടെ ജീവനും നിങ്ങളുടെ ശക്തിയുടെയും സ്രോതസ്സാണ്. And the focus on is two things. രണ്ട് കാര്യമാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്നത്. Who we are. നമ്മൾ ആരാണ്? And who he is. ആരാണ് ഈ ദൈവം? That is the basis of this ministry. അതാണ് ഈ ശുശ്രൂഷയുടെ അടിസ്ഥാനം. Not what people say. എന്താണ് ആൾക്കാർ പറയുന്നത് എന്നുള്ളതല്ല. Not how many are blessed. എത്ര പേർ അനുഗ്രഹിക്കപ്പെട്ടു എന്നുള്ളതല്ല. But this is a ministry to the Lord. ഇത് കർത്താവിന് വേണ്ടി ചെയ്യുന്ന ഒരു ശുശ്രൂഷയാണ്. Are you with me today? നിങ്ങൾ എൻ്റെ കൂട്ടത്തിലുണ്ടോ? See, what we focus on, we will magnify. നമ്മൾ ഏത് കാര്യത്തിലാണോ ശ്രദ്ധിക്കുന്നത് അത് വലുതാകും. And what we will magnify will manifest. ഏത് കാര്യത്തെ നാം വലുതാക്കുന്നോ അത് വെളിപ്പെട്ടു വരും. Amen. Hallelujah. And that is what worship does. അതാണ് ആരാധന ചെയ്യുന്നത്. It causes us to turn അത് നമ്മെ അങ്ങോട്ട് തിരിക്കുക. our focus to him. നമ്മുടെ ശ്രദ്ധ അവങ്കലേക്ക്. You know the story of Moses. നിങ്ങൾക്ക് മോശയുടെ കാര്യം അറിയാം. He took the sheep to that mountain. ഈ ഒരു വലിയ പർവ്വതത്തിലേക്ക് കൊണ്ടുപോയി.
He used to do that every day. എല്ലാ ദിവസവും താൻ ചെയ്യുന്ന പതിവായിട്ടുള്ള കാര്യമാണ്. But on that day, എന്നാൽ ആ പ്രത്യേക ദിവസം as he took, ആ ആടുകളെ he മേയ്ക്കുവാൻ saw പോയി. a bush that was burning. അവിടെ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മുൾപടർപ്പ്. And the Bible says വചനം പറയുകയാണ്, that Moses, മോശ he turned aside and looked. അദ്ദേഹം ഇങ്ങനെ ഒന്ന് തിരിഞ്ഞു നോക്കി. See, that is what this ministry does. അതാണ് ഈ ശുശ്രൂഷ ചെയ്യുന്നത്. It will turn you നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കും. from what you will get, നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു എന്നുള്ളത്, how you will be blessed. നിങ്ങൾ എങ്ങനെ Your അനുഗ്രഹിക്കപ്പെടുമെന്നല്ല. focus would be in lifting the name of Jesus. യേശുവിന്റെ നാമത്തെ ഉയർത്തുക എന്നൊരൊറ്റ കാര്യത്തിലാണ് ശ്രദ്ധ. Your focus would be him and the throne room. ഓ കർത്താവും ആ സിംഹാസനവും മാത്രമായിരിക്കും When നിങ്ങളുടെ ശ്രദ്ധ. Moses turned and looked, മോശ തിരിഞ്ഞു നോക്കിയപ്പോൾ then the Bible says, വചനം പറയുന്നു, and then a voice spoke. ഒരു ശബ്ദം അവിടെ കേട്ടു. Many times ഒരുപാട് we പ്രാവശ്യം don't hear the voice of God. നമ്മൾ ദൈവത്തിന്റെ ശബ്ദം It's കേൾക്കുന്നില്ല. because we are focusing on so many other things. കാരണം നമ്മൾ മറ്റു പല കാര്യങ്ങളെയും ശ്രദ്ധിക്കുന്നവരാണ്. Even if it is church, സഭയാണെങ്കിൽ even if it is a meeting, അതൊരു ശുശ്രൂഷയാണെങ്കിൽ how will it bless people? എങ്ങനെയായിരിക്കും ആൾക്കാർ Will അനുഗ്രഹിക്കപ്പെടുന്നത്? people say, oh, it was a good meeting? ആൾക്കാർ ഇത് കഴിഞ്ഞ് പറയുമോ, ഓ ഭയങ്കര സംഗതിയായിരുന്നു. Will there be healings? അവിടെ ഹീലിംഗ്സ് ഉണ്ടാകുമോ? Will there be testimony? അവിടെ സാക്ഷ്യങ്ങൾ കേൾക്കാൻ പറ്റുമോ? That is not your problem. അത് നിങ്ങളുടെ വിഷയമായിരിക്കരുത്. In this ministry, ഈ ശുശ്രൂഷയിൽ first you need to turn aside and look. ആദ്യമേ നിങ്ങളുടെ ശ്രദ്ധ തിരിച്ച് നിങ്ങൾ ചിലതിലേക്ക് Your നോക്കണം. focus has to be on the one who is seated on the throne. നിങ്ങളുടെ ശ്രദ്ധ സിംഹാസനത്തിന്റെ മേൽ ഇരിക്കുന്നവന്റെ മുകളിലായിരിക്കണം. And then things will begin to happen. അതിനുശേഷം കാര്യങ്ങൾ നടക്കുവാൻ തുടങ്ങും. Amen. ഹല്ലേലൂയ. So remember this. അതുകൊണ്ട് ഓർക്കണമേ, Worship doesn't get God to come to us. Worship gets us to come to God. ആരാധന ദൈവത്തെ നമ്മുടെ അടുക്കലേക്ക് കൊണ്ടുവരുന്നതല്ല, നമ്മെ ദൈവത്തിന്റെ അടുക്കലേക്ക് കൊണ്ടുവരുന്ന ഒന്നാണ്. What we do is we take our eyes of all our problems. നമ്മുടെ ശ്രദ്ധ മറ്റ് കണ്ണുകൾ മറ്റെല്ലാ കാര്യത്തിനകത്തുനിന്നും നമ്മൾ മാറ്റണം. All that we want and all that we need. നമുക്ക് ആവശ്യമുള്ളത്, നമുക്ക് വേണ്ടുന്നത്, And just keep our eyes on him. നമ്മുടെ Jesus, the കണ്ണുകൾ, author and നമ്മുടെ finisher of കണ്ണുകള് our faith. യേശുവിന്റെ മേൽ, നമ്മുടെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിങ്കൽ പതിപ്പിക്കണം. Sometimes you will not feel him. ചില സമയത്ത് നമുക്ക് തോന്നലൊന്നും വരത്തില്ല. You know, we always have lived with that. Oh, we want to feel him. നമുക്ക് എപ്പോഴും ഉള്ള ഒരു പ്രോബ്ലം ആണല്ലോ, നമുക്കതൊന്ന് ഫീൽ ചെയ്യാം. Oh, I don't feel God's presence. ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റണില്ല. That's what we always want. എപ്പോഴും നമുക്കത് വേണം. But when you know the truth that he is there, ആമേൻ. എന്നാൽ കർത്താവ് എങ്ങും വിട്ടു പോയിട്ടില്ല, അവിടെ ഉണ്ട് എന്നൊരു അറിവ് ആഴമായി ഹൃദയത്തിൽ കയറുമ്പോൾ, when you have that revelation, ആ വെളിപ്പാടിനാൽ പിടിക്കപ്പെടും. then it is not how you feel. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ളതല്ല. You worship not based on feelings. You Amen. worship based on the truth. ഹല്ലേലൂയ. ആ സമയത്ത് നിങ്ങളുടെ വെളിപ്പാട് നിങ്ങളുടേതായിട്ടുള്ള ഇമോഷന്റെ പുറത്തല്ല, നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വെളിപ്പാടുകളുടെ പുറത്ത് നിങ്ങൾ ആരാധിക്കും. And when you worship him based on truth, ഈ സത്യത്തെ ആസ്പദമാക്കി നിങ്ങൾ ആരാധിക്കുമ്പോൾ you will sense him. നിങ്ങൾ ആ അനുഭവിക്കുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരുക തന്നെ Because the ചെയ്യും. truth is bigger than your feelings. കാരണം സത്യം എന്ന് പറയുന്നത് നിങ്ങളുടെ വികാരങ്ങളെക്കാൾ വലുതാണ്. So don't wait and come to church every week and say, oh, I want to just, feel something. സഭയിലേക്ക് വന്നിട്ട് എനിക്ക് എന്തെങ്കിലും ഒന്ന് അനുഭവിക്കണം എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കരുത് വരുന്നത്. That brother felt it, that sister felt it. ഈ സഹോദരന് തോന്നിയല്ലോ, ഈ സഹോദരിക്ക് തോന്നിയല്ലോ, But I couldn't feel anything. എനിക്ക് ഒന്നും തോന്നിയില്ല. It's time you worship based on the Amen. truth. ഓ, ഈ സത്യത്തെ ആസ്പദമാക്കി ആരാധിക്കുവാൻ അങ്ങനെ ഒരു ഉൾക്കരുത്ത്, ബലം
നാം പ്രാപിക്കണം. May God build that inside of us. അത് നമ്മുടെ ഉള്ളിൽ കർത്താവ് അങ്ങനെ ഒരു പണി ചെയ്യട്ടെ. Amen. Amen. Moses looked and he saw the bush was burning. മോശ തിരിഞ്ഞു നോക്കിയപ്പോൾ കത്തി നിൽക്കുന്ന മുൾപ്പടർ. The voice of God spoke. ദൈവത്തിന്റെ ശബ്ദം കേട്ടു. Amen. Amen. There will be places that you go. നിങ്ങൾ പോകുന്ന ചില സ്ഥലങ്ങൾ, I've gone to some very hard places. ഭയങ്കര ഹാർഡായിട്ടുള്ള സ്ഥലങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട്. I went to Nigeria once. നൈജീരിയയിൽ ഒരു പ്രാവശ്യം പോയിപ്പോ A very hard place. ഭയങ്കര കട്ടിയായ ഒരു സ്ഥലം. And the pastor who was ministering, ശുശ്രൂഷിക്കുന്ന I felt there was something wrong in this place. അദ്ദേഹത്തും ചെയ്യുന്ന കാര്യത്തിനകത്ത് തന്നെ ഏതാണ്ടൊക്കെ കുഴപ്പം. After the service, സർവീസ് കഴിഞ്ഞപ്പോൾ God did what he had to do. ചെയ്യേണ്ടുന്നതൊക്കെ ദൈവം ചെയ്തു. But I had a conversation with him. ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു. And I told him, ഞാൻ പറഞ്ഞു, there's something not right here. എന്തോ ഒരു കാര്യം ഇവിടെ ശരിയല്ല. He said, no, everything is right. Our church is growing. നിങ്ങൾ എന്തോ പറയുന്നേ, ഞങ്ങളുടെ സഭ വളരുന്നു, എല്ലാം നന്നായി പോകുന്നു. And I just kept on praying. I said, Lord, what is this? ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാൻ പറഞ്ഞു, കർത്താവേ, എന്തുവാ ഇത്? And then I asked him a question. ഞാൻ അദ്ദേഹത്തോട് ഒരു കാര്യം ചോദിച്ചു. I said, are you a witch doctor? നിങ്ങളൊരു വിച്ച് ഡോക്ടറാണോ? He said, yes. അദ്ദേഹം പറഞ്ഞു, ഉവ്വ്. He said, my church was big. എൻ്റെ സഭ വലുതായിരുന്നു, Very big. ഒത്തിരി വലിയ സഭ, Had a lot of members. ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. Then slowly പതുക്കെ I fell into sin. ഞാൻ പാപത്തിൽ വീണു. And then people from my church started moving out. എൻ്റെ സഭയിൽ നിന്നുള്ള ആൾക്കാർ ചിലർ പോയി. Because I couldn't perform miracles. കാരണം എനിക്ക് പിന്നെ അത്ഭുതം ചെയ്യാനുള്ള അത് നഷ്ടപ്പെട്ടു. Everything stopped. എല്ലാം നിന്നു. So people started moving to churches. ആൾക്കാർ വേറെ സ്ഥലങ്ങളിലേക്ക് പോകുന്നു. And so I wanted to keep them. എന്നാൽ എങ്ങനെയെങ്കിലും ഇവര് പോകാതെ ഇവരെ പിടിച്ചു നിർത്താൻ വേണ്ടി So I went to a witch doctor. ഞാൻ ഒരു വിച്ച് ഡോക്ടറിന്റെ And the അടുത്ത് witch doctor said, വിച്ച് I will ഡോക്ടർ train you. ഞാൻ നിന്നെ ട്രെയിൻ ചെയ്യാം. You become a pastor, stay as a pastor. നീ ഒരു പാസ്റ്ററായിട്ട് തന്നെ നിന്നോ, But do this. പക്ഷേ അതിന്റെ കൂട്ടത്തിൽ ഇതും കൂടെ ചെയ്ത Every Sunday, early morning, എല്ലാ ഞായറാഴ്ചയും വെളുപ്പിനെ he started to speak to me and share his heart. അദ്ദേഹം എന്നോട് തന്റെ ഹൃദയം തുറന്നു പറഞ്ഞു. Started to talk to me and he's with tears in his eyes. അദ്ദേഹം കരയുവാൻ തുടങ്ങി. Because in that room, ആ മുറിയിൽ while I was sitting, ഞാൻ ഇരിക്കുമ്പോൾ they had given us Pepsi to drink. പെപ്സി തന്നായിരുന്നു So കുടിക്കാൻ. me, Benzi, my wife, and the bishop's son was there. ഞാന്, ബെൻസി, ബിഷപ്പിന്റെ മകൻ ഒക്കെ ഉണ്ട്. And both of them, because of this, they said no, they don't want to drink. അവര് രണ്ടുപേരും അത് കുടിച്ചില്ല. They were scared. അവർക്ക് പേടിയായിരുന്നു. I was thirsty. I prayed and I drank it. എനിക്ക് നല്ല ദാഹം ഉണ്ടായിരുന്നു, ഞാൻ പ്രാർത്ഥിച്ചു കുടിച്ചു. Because in Nigeria, like when they offer you something, if you say no, it's like an insult. നൈജീരിയയിലൊക്കെ അവർ നമുക്ക് ഏതെങ്കിലും ഒരു സാധനം തന്ന് നമ്മളത് വേണ്ടാന്ന് പറഞ്ഞാൽ അത് അവർക്ക് ഒരു ഇൻസൾട്ട് പോലെയാണ്. And then when I looked into this room, this near the church, ഈ ചർച്ചിന്റെ അടുത്ത് ഈ മുറികൾ ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ there's a photo of Mary. അവിടെ മറിയയുടെ ഒരു പടം. On side there are 2 chickens lying down. അതിന്റെ ലൈവ് ചിക്കൻ, No, chicken dead chicken. ഡെഡ് ചിക്കൻ. Just it's dead. He's hung it on 2 sides. അവിടെ രണ്ട് സൈഡിലും ചിക്കൻ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നു, കോഴി. I began to understand. I prayed for him that day. ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. So he did it in that way. അദ്ദേഹം അങ്ങനെ അങ്ങ് ചെയ്തു. But today we are trying other ways. പക്ഷെ നമ്മൾ ഇന്നൊരു പക്ഷെ അങ്ങനെ ചെയ്യുന്നില്ല. We might not do this. വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. But we want to fill that gap. നമ്മള് ഇവിടെ ഒരു കുറവ് വരുമ്പോൾ അതിനെ നികത്താൻ എന്തെങ്കിലുമൊക്കെ അങ്ങ് ചെയ്യുക. Like worship leaders, I remember when I was leading. ഞാൻ ആദ്യകാലങ്ങളിൽ വർഷിപ്പ് ലീഡ് ചെയ്യുമ്പോൾ, And sometimes you go to some places, like I said, people just stare at you. ചില സ്ഥലത്ത് പോകുമ്പോൾ ആൾക്കാർ ഇങ്ങനെ തുറച്ചു നോക്കും. Then you take one exercise that that will work well. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ക്ലിക്ക് ആകാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് ചില ടെക്നിക്ക് അറിയാം. You take the song that the church loves the most. ആ സഭയിലുള്ള ആൾക്കാർ ഈ രീതിയിൽ പാടിക്കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമാണെന്ന് നമുക്കറിയാം. Take that song. ആ പാട്ട് മാത്രം Start one line.
ഒരു ലൈൻ Rest they will sing. ബാക്കി അവര് പാടിക്കും. They will enjoy. അങ്ങനെ അവരിൽ തന്നെ ആസ്വദിച്ചു And at the end of the day, you will say, "Oh, I led worship powerfully." അതാ അതിന്റെ അവസാനം നമ്മൾ പറയും അതിശക്തമായ ആരാധന വെളിപ്പെട്ടു. I would do this so many times. ഞാൻ മിക്കവാറും സമയം എന്നെ തുറച്ചു നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഇത് തന്നെ ചെയ്യും. Every church I would take this out. ഇതെനിക്ക് വർക്ക് ചെയ്തിട്ടുള്ള ഒരു സാധനം ആയതുകൊണ്ട് ഞാൻ എപ്പോഴും ഇത് ഇറക്കും. Don't try this. അല്ലെ, നിങ്ങൾ ആരും അങ്ങനെ ചെയ്യരുത്. But one day I came, the Lord convicted me. ഒരു ദിവസം ദൈവം എന്നെ ഇത് കാണിച്ചു. And He said, "It is my desire to move them. You don't have to move them." ഈ മനുഷ്യരെ ചലിപ്പിക്കുക എന്നുള്ളത് എന്റെ താല്പര്യം. You worship. തള്ളണ്ട. You just lead and worship me. നീ ആ സമയത്ത് ആരാധിച്ച് മുൻപോട്ട് പോകുക. Who gets blessed, who gets delivered, who gets that, who gets this is not your issue. ആമേൻ. ആരനുഗ്രഹിക്കപ്പെട്ടു, ആര് ചലിച്ചു, ആര് ചലിച്ചില്ല, ആർക്കെന്ത് കിട്ടി എന്നൊക്കെ ഉള്ളത് അങ്ങ് നീ എൻ്റെ കയ്യിലോട്ട് അങ്ങ് വിട്ടേര്. So that is why sometimes when we don't feel, we think, okay, maybe we should add this. അതുകൊണ്ട് ആണ് ചില സമയത്ത് അങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ നമ്മൾ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നത് നടന്നില്ലേ, ഇതുകൂടെ ഒന്ന് ചേർത്തേക്കാം എന്ന് വിചാരിക്കും. Another trick that I had. എനിക്കുള്ള വേറെ ഒരു trick. All my tricks I'm telling. Another trick that I had was, if I don't know what to sing, I'll speak in tongues. എന്ത് പാടണമെന്നറിയത്തില്ലെങ്കിൽ ഉടൻ ഞാൻ അന്യഭാഷ പറയും. Which is not a bad thing. അതൊരു അഴുക്ക് കാര്യമല്ല. But my heart wasn't right. പക്ഷേ ഹൃദയം അത്ര നിറഞ്ഞ് കവിയുന്നത് കൊണ്ട് ഞാൻ ചെയ്തതല്ല, ഡിസ്റ്റർബൻസ് മാറ്റാനായിട്ട് അന്യഭാഷയിൽ. But when people are hearing it, ആൾക്കാർ കേട്ടപ്പോ full time is in tongues. ഭയങ്കര ഈ പുള്ളി What an anointing. എന്തൊരു അഭിഷേകം. We only know what we are fighting inside. നമ്മള് ഭയങ്കരമായ ഒരു യുദ്ധത്തെ നേരിടുന്നതിന്റെ ഭാഗമായിട്ടാ അത് പറഞ്ഞത്. These were things that I did. ഞാൻ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. There are many more, but I'm not going to disclose that this time. കുറേ ട്രിക്ക് ഉണ്ട്, എല്ലാം ഒന്നും ഞാൻ പറഞ്ഞു തരത്തില്ല. Then you'll only remember me for this. പിന്നെ ആകെപ്പാടെ നിങ്ങൾ എൻ്റെ ട്രിക്കായിരിക്കും ഓർത്ത് വെക്കുന്നത്. But I learned the hard way. പക്ഷെ ഇതൊക്കെ ഇതിനകത്തൂടൊക്കെ പോയി ഞാൻ പലത് പഠിച്ചു. God took me through the hard way. ഈ ബുദ്ധിമുട്ടിലൂടെ എല്ലാം ദൈവം എന്നെ കൊണ്ടുപോയി. God put me alone. ദൈവം എന്നെ തനിച്ചാക്കി. And taught me what it means. എന്നെ കാര്യങ്ങൾ പഠിപ്പിച്ചു. To love Him and worship Him. കർത്താവിനെ ആരാധിക്കുവാൻ, സ്നേഹിക്കാൻ. That I don't need to be motivated to love Him. എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഉന്തോ തള്ളോ പുരസ്കാരങ്ങളോ ഉണ്ടെങ്കിലാണ് ഈ സ്നേഹം പ്രകടിപ്പിക്കേണ്ടുന്നത് എന്നുള്ളതിനകത്തു നിന്നൊക്കെ എന്നെ മാറ്റി. I worship Him and I love Him because of the truth of who He is. ആമേൻ. കർത്താവുമായിട്ടുള്ള എൻ്റെ ബന്ധം, കർത്താവ് ആരായിരിക്കുന്നു എന്നുള്ള സത്യങ്ങളെ, വെളിപ്പാടുകളെ ആസ്പദമാക്കി സിമ്പിളായിട്ടുള്ള ആ ഒരു സ്നേഹം, ആരാധന, Most simplest worship. ഏറ്റവും ലളിതമായി ഹൃദയത്തിൽ നിന്നും പുറപ്പെട്ടു വരുന്നത്. The most simplest worship and the most purest form of worship. ഏറ്റവും ലളിതമായി, അത് ഭയങ്കര സാധനമൊന്നും കൂട്ടിച്ചേർക്കാത്ത ഒരു ആരാധന. And I remember that through these years, as many times being alone, ഒരുപാട് പ്രാവശ്യം തനിച്ചായി. there was nobody here to look up to. വേറെ ആരെയാ ഞാൻ നോക്കി പഠിക്കേണ്ടുന്നത് എന്നെനിക്ക് ആരും നോക്കാൻ, especially in India, പ്രത്യേകിച്ച് ഭാരതത്തിൽ who carry the same vision. ഇതേ ദർശനം കൊണ്ട് നടക്കുന്നവരില്ല. Because many people I shared this to him, they would be very negative. ഒത്തിരി ആൾക്കാരോട് ഞാനിത് പങ്കുവെക്കുമ്പോൾ അവരെന്നെ നിരുത്സാഹപ്പെടുത്തുന്നത് പോലെയാണ് കാര്യങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു തരുന്നത്. But God taught me. പക്ഷെ ദൈവം എന്നെ പഠിപ്പിച്ചു. And God is still teaching. ആമേൻ. ദൈവം ഇപ്പോഴും എന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. But I understand the beauty of it today. പക്ഷെ ഇന്ന് അതിന്റെ മനോഹരത്വം എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. God has blessed me tremendously. ദൈവം ഭയങ്കരമായി എന്നെ ഈ മേഖലയിൽ അനുഗ്രഹിച്ചു. God has really blessed me. ദൈവം
വാസ്തവമായി എന്നെ അനുഗ്രഹിച്ചു. You know, I always used to strive to have His presence. ഞാൻ എപ്പോഴും ദൈവത്തിന്റെ സാന്നിധ്യം അങ്ങ് അനുഭവിക്കാൻ അങ്ങ് മല്ല് പിടിക്കുന്ന ആളായിരുന്നു. I always, every time I get up on a stage, I have to fight it. ഞാനിങ്ങനെ ഒരു സ്റ്റേജിൽ കയറുമ്പോൾ എനിക്കൊരു യുദ്ധമാണ്. അവിടെ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കണം, But the last few years, I've learned to rest. ഹല്ലേലൂയ. കഴിഞ്ഞ ചില വർഷങ്ങളിലൂടെ ഞാൻ വിശ്രമിക്കാൻ പഠിച്ചു. I've learned what it means to give. കൊടുക്കുന്നതെങ്ങനെ എന്ന് ഞാൻ ലളിതമായി പഠിച്ചു. I believe and I know that you are a giving church. എനിക്കറിയാം നിങ്ങൾ കൊടുക്കാൻ പഠിച്ച പരിശീലിപ്പിക്കപ്പെട്ട ഒരു സഭയാണ്. Continue to give. നിങ്ങൾ കൊടുക്കണം. Not just your praises. നിങ്ങളുടെ സ്തുതികൾ കൊടുക്കുക എന്ന് മാത്രം. Not just your worship, your prayers. നിങ്ങളുടെ ആരാധന, നിങ്ങളുടെ പ്രാർത്ഥന മാത്രം. But whatever is in your hands. നിങ്ങളുടെ കൈകളിലുള്ളതെന്തും. Amen. Amen. I've learned what it means, to let go. വിട്ടുകൊടുക്കുക എന്നുള്ള കാര്യം ഞാൻ പഠിച്ചതാണ്. When I was studying, ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ I always loved the guitar. എനിക്ക് ഗിറ്റാറാണ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സാധനം. I had a very old guitar a friend of mine gave. എൻ്റെ ഒരു കൂട്ടുകാരൻ തന്ന പഴയ ഒരു ഗിറ്റാർ. When I was studying in Salem, ഞാൻ സേലത്ത് പഠിക്കുമ്പോൾ I used to take this. എൻ്റെ കൈ കാണും അത്. We had the small prayer group. ചെറിയ പ്രയർ ഗ്രൂപ്പിൽ I പോകുമ്പോൾ would, just sing 2-3 songs I knew then. I would only sing those songs. എനിക്ക് അന്ന് പഠിച്ചു വെച്ച 2-3 പാട്ടറിയാം. തിരിച്ചു മറിച്ചു അത് തന്നെ ഞാൻ പാടും. Every week for our, cell group, we would sing the same thing. സെൽ ഗ്രൂപ്പിലെ സെയിം പാട്ട് ഞാൻ പാടും. But if the string broke, പക്ഷേ അതിനകത്ത് ഒരു സ്ട്രിങ് പൊട്ടിയ then I have to wait. പിന്നെ ഞാൻ അവിടെ സ്റ്റക്കാ. I don't have the money to buy a string. അപ്പോൾ പോയി പൈസ കൊടുത്ത് വേറെ ഒരു സ്ട്രിങ് സെറ്റാക്കാൻ എൻ്റെ കയ്യിലില്ല. So I would wait for my friend's guitar strings to break. ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ ഗിറ്റാറിൻ്റെ സ്ട്രിങ് പൊട്ടുന്നിടം വരെ കാത്തിരിക്കും. He was an NRI kid. അവനൊരു NRI പാർട്ടിയാണ്. One string breaks, he'll change everything. അവന്റെ ഒരു സ്ട്രിങ് പൊട്ടിയാ അത് മൊത്തം കൂടെ അവൻ മാറ്റും. So I would pray, Lord, break his string, Lord. ദൈവമേ അവന്റെ ഗിറ്റാറിന്റെ സ്ട്രിങ് പൊട്ടണേ. So that I can get my string. കാരണം അവന് കളയുന്നതിനകത്തു. That is how I started. അങ്ങനെയാ ഞാൻ തുടങ്ങിയത്. Then one day the Lord, as I was sitting in a cell group, God said, give that guitar away. ഒരു ദിവസം സെൽ ഗ്രൂപ്പിൽ ഇരിക്കുമ്പോൾ എന്നോട് ദൈവം ആവശ്യപ്പെട്ട ആ ഗിറ്റാർ അങ്ങ് കൊടുത്തേരാം. That was about 2,000 rupees guitar. 2000 രൂപയുടെ. Then for almost a few months I didn't have a guitar. ചില മാസങ്ങൾ തന്നെ എൻ്റെ കയ്യിൽ പിന്നെ ഗിറ്റാർ ഇല്ല. Then somebody gave me a 5,000 rupee guitar. ആരോ എനിക്ക് 5000 രൂപയുടെ ഒരു ഗിറ്റാർ മേടിച്ചു തന്നു. Then one day God told me, give that. ഒരു ദിവസം ദൈവം എന്നോട് പറഞ്ഞു അതങ്ങ് കൊടുക്കണം. Sometimes you have to say, Lord, I'm not hearing well. ചില സമയത്ത് നമ്മൾ പറയും ദൈവം എന്തുവായിരുന്നു പറഞ്ഞേ, ശരിക്ക് കേട്ടില്ല. Then the Lord gave me a 15,000 guitar. അതിനുശേഷം 15000 രൂപയുടെ ഒരു ഗിറ്റാർ. The Lord said, give that away. അതും അങ്ങ് കൊടുത്തേക്കാൻ പറഞ്ഞു. Because the Lord knew my greatest attachment was to this. കാരണം എനിക്ക് ഏറ്റവും അറ്റാച്ച്മെന്റ് ഉള്ള ഒരു സാധനം ഇതാണെന്ന് ദൈവത്തിന് അറിയാം. Then the Lord gave me a 20,000. അതിനുശേഷം ഒരു 20,000 The ഗിറ്റാർ. Lord said, give it. അതങ്ങ് കൊടുക്കും. 21 guitars I have given away. 21 guitars. The last guitar I had was 2,75,000 rupees. 2,75,000 രൂപയുടെ ഗിറ്റാറാണ് ഏറ്റവും അവസാനമായിട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. കൊടുത്തേക്കാൻ പറഞ്ഞു. I learned when you love God, nothing else you can love more than Him. നമ്മൾ ദൈവത്തെ സ്നേഹിക്കുവാണെങ്കിൽ അതിനപ്പുറമായി മറ്റൊന്നിനെയും സ്നേഹിച്ചൂടാ എന്നെനിക്ക് മനസ്സിലായി. Sometimes the last guitar was hard. ഏറ്റവും അവസാനത്തെ കൊടുക്കാൻ പാടായിരുന്നു. And that guitar, it was my most precious guitar. എനിക്ക് ഏറ്റവും പ്രഷ്യസ് ആയിട്ട്. It was the only guitar, the first guitar that was released like that. അങ്ങനത്തെ ഒരു ഗിറ്റാറെ നിർമ്മിച്ചിറക്കിയിട്ടുള്ളൂ. And I got it all the way from US. അമേരിക്കയിൽ നിന്ന് പ്രത്യേകമായിട്ട് ഇറക്കുമതി ചെയ്തു. Every day polishing, cleaning, keeping it. എല്ലാ ദിവസവും ഞാൻ ഇങ്ങനെ തുടച്ച് വൃത്തിയാക്കി. More than my prayer time, I think I have spent on this.
എൻ്റെ പ്രെയർ ടൈം പോലും മാറ്റി വെച്ചിട്ടിത് തൂത്ത് തുടച്ച്. I was in a service like this and we had a worship leader from Northeast. ഞങ്ങൾ ഇതുപോലൊരു മീറ്റിങ്ങിലാണ്. നോർത്ത് ഈസ്റ്റിൽ നിന്നുള്ള ഒരു ദൈവദാസൻ അവിടെ ശുശ്രൂഷിക്കുന്നു. And he was leading on, another guitar. വേറെ ഒരു ഗിറ്റാർ അദ്ദേഹം വായിക്കുകയാണ്. The Lord said, give. കർത്താവ് പറഞ്ഞു, നിന്റെ കയ്യിലുള്ളത് അങ്ങോട്ട് കൊടുക്കുക. I have not cried like this in my life. എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ ഇങ്ങനെ കരഞ്ഞിട്ടില്ല. I cried and I cried and I cried. ഞാൻ കരഞ്ഞു കരഞ്ഞു കരഞ്ഞു. My team, when they looked at me crying, they understood something is going. എൻ്റെ ടീമിലുള്ള ആൾക്കാർ ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് മനസ്സിലായി ഇദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള എന്തോ ഒന്ന് വീണ്ടും കൊടുക്കാൻ. So I told one of the boys, can you get that guitar, clean it up and then bring it? ഞാൻ ഒരു പയ്യനെ വിളിച്ച് പറഞ്ഞു, മോനെ എൻ്റെ ആ ഗിറ്റാർ കൊണ്ടൊന്ന് ഒന്നുകൂടെ ഒന്ന് തുടച്ച് ഒന്നുകൂടെ ഒന്ന് വൃത്തിയാക്കി. Amen. ഹല്ലേലൂയ. I'm just sharing, this is my testimony. ഇതൊക്കെ എൻ്റെ സാക്ഷ്യമാണ് കേട്ടോ. This is how God crushed the flesh inside of me. ഇങ്ങനെയാണ് എൻ്റെ ഉള്ളിലുള്ള ജഡത്തെ അങ്ങ് ഞെരുക്കി ഇല്ലാതെയാക്കിയത്. To let go, വിട്ടുകൊടുക്കാൻ, to give, കൊടുക്കാൻ, to just honor him and keep him the first in your lives. ദൈവത്തെ മാനിക്കുകയും നമ്മുടെ ജീവിതത്തിൽ ഒന്നാമനായി ദൈവത്തെ വെക്കുകയും. And that is why I believe അതുകൊണ്ട് തന്നെ ഞാൻ വിശ്വസിക്കുന്നു that we have gone to cities. ഞങ്ങൾ പട്ടണങ്ങളിലേക്ക് We have പോയിട്ടുണ്ട്. gone only once. ഒരു പ്രാവശ്യം മാത്രമേ But then പോയിട്ടുള്ളൂ. after years, എന്നാൽ വർഷങ്ങൾക്ക് we ശേഷം hear that a house of prayer is being established. അവിടെ ദേ ഒരു ഹൗസ് ഓഫ് പ്രയർ പൊങ്ങി വരികയാണ്. Nobody carried the vision, ആരും ആ ദർശനം അങ്ങോട്ട് കൊണ്ടുപോയില്ല. but the altar speaks. എന്നാൽ യാഗപീഠം സംസാരിച്ചു. What you release here speaks. നിങ്ങൾ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കുന്നത് അതിന് Even when you are gone, it will speak. നിങ്ങൾ പോയതിനു ശേഷവും അത് It സംസാരിച്ചുകൊണ്ടേയിരിക്കും. will minister. അത് ശുശ്രൂഷിച്ചുകൊണ്ട്. That's the power of an altar. അതാണ് ഒരു യാഗപീഠത്തിന്റെ It will not just minister to people, it will minister to atmospheres. അത് ചില മനുഷ്യരിലേക്ക് ശുശ്രൂഷ കൊടുക്കുമെന്നല്ല, അന്തരീക്ഷത്തിൽ വ്യത്യാസങ്ങളെ. It will minister to cities and to nations. പട്ടണങ്ങളെയും രാജ്യങ്ങളെയും അത് സ്വാധീനിക്കും. And that is the power of the altar that you are building. ഒരു യാഗപീഠത്തിൽ വ്യാപരിക്കുന്ന ശക്തി അതാണ്. You will see that നിങ്ങളത് കാണും. as prayer and worship rises up. ആരാധനയും പ്രാർത്ഥനയും ഇവിടെ നിന്ന് ഉയരുമ്പോൾ. Oh, I'm remembering, I'm just reminded of that ladder that Jacob saw between heaven and earth. യാക്കോബ് കണ്ട ആ ഗോവേണിയെ കുറിച്ച് ഞാൻ ഓർക്കുകയാണ്. സ്വർഗ്ഗവും ഭൂമിയും തമ്മിൽ അത് ബന്ധിപ്പിക്കുന്നു. Today ഇന്ന് we are that ladder. നമ്മളാണ് ആ ഗോവേണി. Angels ascending and descending. ദൂതന്മാരെ കയറുകയും The ഇറങ്ങുകയും. presence of God that will come. ദൈവത്തിന്റെ സാന്നിധ്യം ഇറക്കി. We going up and being able to see what heaven is like. നമ്മൾ മുകളിലേക്ക് കയറിപ്പോയി സ്വർഗ്ഗം എങ്ങനെയെന്ന് കാണുവാൻ കഴിയും. And then coming back and releasing this on earth. മടങ്ങി വന്ന ഭൂമിയിലേക്ക് അത് തന്നെ പുറപ്പെടുവിക്കുവാൻ കഴിയുന്നത്. It can be any geographical place that heaven will come and break in. ആമേൻ, ആമേൻ. അത് ഏതെങ്കിലും ഒരു ഭൂഖണ്ഡത്തിന്റെ സ്ഥലമായാലും ശരി, ദൈവം ഇറങ്ങി വന്നാൽ അവിടെ ചലനങ്ങൾ നടക്കുന്നതിനെ കുറിച്ച് നാം വായിക്കുന്നു. I also pray ഞാൻ ഇങ്ങനെയും പ്രാർത്ഥിക്കും. you not only build altars, you become an altar too. നിങ്ങൾ യാഗപീഠങ്ങളെ പണിയുന്നവർ മാത്രമല്ല, നിങ്ങൾ തന്നെ യാഗപീഠമായി മാറണം. You carry this. നിങ്ങൾ ഇത് വഹിച്ചോണ്ട് നടക്കണം. Moving altars. നിങ്ങൾ ഇങ്ങനെ ചലിക്കുന്ന യാഗപീഠങ്ങളായി And മാറണം. yes, when altars aren't very shiny, it doesn't look good. ഈ യാഗപീഠം നോക്കിക്കഴിഞ്ഞാൽ അതിന് വലിയ സൗന്ദര്യമോ മിനുക്കമോ ഒന്നുമില്ല. It is not perfect. അത് തികവില്ലാത്തതാണ്. What people will see when they look at you, said, "Oh, what can you do? ആൾക്കാര് നമ്മളെ നോക്കുമ്പോൾ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? What can come out of you?" നിന്നിൽ നിന്നും എന്ത് നന്മ വരും?
But this is the beauty about altars. എന്നാൽ യാഗപീഠത്തിന്റെ മനോഹരത്വം ഇതാണ്. That you will become that living temple, that നിങ്ങള് living altar. ദൈവത്തിന് വേണ്ടി ഒരു ജീവനുള്ള യാഗമായി യാഗപീഠമായി മാറുകയാണ്. And then wherever you go, you give life. നിങ്ങൾ പോകുന്നിടത്തൊക്കെയും ജീവൻ കൊടുക്കുന്നവരായി മാറും. You touch a city, it will bring life. നിങ്ങൾ ഒരു പട്ടണത്തെ സ്പർശിക്കുമ്പോൾ അവിടെ ജീവൻ ഉണ്ടാകും. You touch a family, it will bring life. ഒരു കുടുംബത്തെ നിങ്ങൾ തൊടുമ്പോൾ അവിടെ ജീവൻ You വരും. touch your relatives, it will bring life. നിങ്ങളുടേതായിട്ടുള്ള റിലേറ്റീവ്സിനെ നിങ്ങൾ സ്പർശിക്കുമ്പോൾ അവിടെ ജീവൻ You ഉണ്ടാകും. go to your college or your school, it will bring life. നിങ്ങളുടെ സ്കൂളിലേക്ക് കോളേജിലേക്ക് നിങ്ങൾ പോകുമ്പോൾ അവിടെ ജീവൻ ഉണ്ടാകും. I believe there will be a revival ഞാൻ വിശ്വസിക്കുന്നു ഒരു ഉണർവ് ദൈവമായി in colleges and schools soon. സ്കൂളുകളിലും കോളേജുകളിലും വ്യാപരിക്കുന്ന ഒരു ഉണർവുണ്ടാകും. How many of you believe that? നിങ്ങളിൽ എത്ര പേർ അത് വിശ്വസിക്കുന്നു? That schools there will be prayer groups. സ്കൂളുകൾക്കകത്ത് പ്രയർ ഗ്രൂപ്പുകൾ ഉണ്ടാകും. There would be worship that would rise. അവിടെ ആരാധനകൾ ഉയരും. Jesus would be honored. യേശുവിനെ അവിടെ ഉയർത്തും. Amen. ഹല്ലേലൂയ. Can we read Exodus 20, 24 and 25 once again? പുറപ്പാട് 20, 24, 25 ഒന്ന് വായിക്കുമോ? എനിക്ക് മണ്ണുകൊണ്ടൊരു യാഗപീഠം ഉണ്ടാക്കി അതിന്മേൽ നിന്റെ ഹോമയാഗങ്ങളെയും സമാധാന യാഗങ്ങളെയും നിന്റെ ആടുകളെയും കന്നുകാലികളെയും അർപ്പിക്കണം. ഞാൻ എൻ്റെ നാമത്തിന് സ്മരണ സ്ഥാപിക്കുന്ന ഏത് സ്ഥലത്തും ഞാൻ നിന്റെ അടുക്കൽ വന്ന് നിന്നെ അനുഗ്രഹിക്കും. God is asking again to build an altar. വീണ്ടും ഒരു യാഗപീഠം പണിയുവാൻ ആവശ്യപ്പെടുകയാണ്. You know, I believe today, I don't know why this word is coming strongly, that some of us, we want to do things for God only when we are perfect. എന്തുകൊണ്ടാണ് ഈ ഒരു വാക്ക് എന്നിലേക്ക് വരുന്നതെന്ന് അറിയത്തില്ല. നമ്മൾ തികവുള്ളവരായിട്ട് കർത്താവിന് വേണ്ടി വല്ലതുമൊക്കെ ചെയ്യാമെന്ന്. No, I have not reached there. ഞാൻ അവിടം വരെ എത്തിയിട്ടില്ല. My friends, you will never reach there. ഞാൻ പറയട്ടെ കൂട്ടുകാരെ, നിങ്ങൾ ഒരിക്കലും എത്തിപ്പോയി എന്ന് പറയുന്ന സ്ഥലം വരത്തില്ല. That's what an altar looks like. അങ്ങനെയാണ് ഒരു യാഗപീഠം കണ്ടു കഴിഞ്ഞാൽ It is imperfect. അവിടെ ഒത്തിരി ഇല്ലായ്മകളുണ്ട്. It has edges. അതിനകത്ത് ഒത്തിരി കൂർത്ത ഭാഗങ്ങളുണ്ട്. It is not polished. അതിന് മിനുക്കമില്ല. When people look at it, it looks like a raw stone. കണ്ടു കഴിഞ്ഞാൽ വെറും ഒരു കല്ല് പോലെ തോന്നിയേക്കാം. I don't know who this word is for today. ഇന്ന് ആർക്ക് വേണ്ടിയാണ് ഈ വചനം എന്ന് എനിക്കറിയില്ല. The Lord is reminding. എന്നാൽ ദൈവം ഓർമ്മിപ്പിക്കുക. I have made you and I have made you in my image. ഞാൻ നിന്നെ എൻ്റെ സ്വരൂപത്തിലും എൻ്റെ സാദൃശ്യത്തിലും സൃഷ്ടിച്ചിരിക്കുക. You don't do anything for me based on who you are. നീ ആരാണ് എന്നുള്ളതിനെ വെച്ചല്ല നീ എനിക്ക് വേണ്ടി You do on the revelation of who I have made you. ഞാൻ നിന്നെ ആരാക്കിയിരിക്കുന്നു എന്നുള്ള വെളിപ്പാടിന്റെ പുറത്തായിരിക്കണം നീ ചിലത് എനിക്ക് വേണ്ടി ചെയ്യുന്നത്. Some of us say we are too young, some of us say we are too old. നമ്മൾ ചിലർ പറയും എനിക്കിപ്പോ പ്രായം ഭയങ്കര കുറവാണ്, ചിലർ പറയും എനിക്ക് What can I give? എനിക്ക് എന്ത് കൊടുക്കാൻ കഴിയും? But God can use anybody. എന്നാൽ ദൈവത്തിന് ആരെ വേണമെങ്കിലും God is saying that it doesn't matter if these edges are there, if it is uncut, if it is not polished, if it doesn't look shiny, but learn to worship even in your mess. എന്നാൽ ദൈവം ഇതാണ് പറയുന്നത്, നിന്റെ ജീവിതത്തിൽ ഒത്തിരി കൂർത്ത ഭാഗങ്ങൾ ഉണ്ടായേക്കാം, മിനുക്കമില്ലാത്ത ഭാഗങ്ങൾ ഉണ്ടായേക്കാം. എന്നാൽ നീ പൂർണ്ണമായിട്ടും എന്നെ ആരാധിച്ച് നിന്നെ തന്നെ ഏൽപ്പിച്ചു തരുന്ന ആ ഒരു പ്രക്രിയയിൽ നിന്റെ ജീവിതത്തിൽ രൂപാന്തരം സംഭവിക്കും. The Lord is saying that today I am putting that spirit back inside of you. ഇന്ന് ആത്മാവിനെ നിന്റെ ഉള്ളിലേക്ക് ഞാൻ ഇടുകയാണ്. There is that spirit of oppression inside of many of us. നമ്മുടെ ഒത്തിരി ആൾക്കാരുടെ ഹൃദയത്തിനകത്ത് അങ്ങനെയുള്ള ഒത്തിരി പീഡനങ്ങൾ, ഭയങ്ങളുണ്ട്. Fear of man. മനുഷ്യന്റെ ഭയം. What will they say? അവരെന്ത് പറയും? What will they think? അവരെന്ത് ചിന്തിക്കും? The joy that you carry is not based on what people say about you. നിങ്ങൾ കൊണ്ട് നടക്കുന്ന സന്തോഷം ആൾക്കാർ നിങ്ങളെ കുറിച്ച് എന്ത് പറയും എന്നുള്ളതിനെ ആസ്പദമാക്കിയല്ല. But knowing that you are loved and you are worth it for Him.
എന്നാല് കർത്താവ് നിങ്ങളെ എത്രയധികം സ്നേഹിക്കുന്നെന്നും നിങ്ങൾ കർത്താവിൽ ആരായിരിക്കുന്നു എന്നുള്ളതുമാണ് നിങ്ങളെ ചലിപ്പിക്കേണ്ടത്. So don't wait till it becomes perfect. അതുകൊണ്ട് തികവുള്ളവരാകുന്നിടം വരെ നിങ്ങൾ കാത്തിരിക്കേണ്ടതായിട്ടില്ല. Give even from your mess. നിങ്ങളുടേതായിട്ടുള്ള കുഴഞ്ഞു കിടക്കുന്നതിനകത്തുനിന്ന് പോലും ദൈവത്തിന് കൊടുക്കുവാൻ. Give even from your circumstances. നിങ്ങളുടെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളുടെ നടുവിലും നിങ്ങൾക്ക് കൊടുക്കുവാൻ കഴിയും. Learn to worship them even when you are down. നിങ്ങള് ഇങ്ങനെ തളർന്നിരിക്കുമ്പോൾ പോലും ആരാധിക്കുവാൻ കഴിയണം. Amen. ഹല്ലേലൂയ. The Lord is again reminding you, do not need to be perfect. ദൈവം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, തികവുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു കാര്യമല്ല ഇത്. All you need is to be real. അതിനകത്ത് വേണ്ടുന്നതൊന്നേ ഉള്ളൂ, അഭിനയിക്കരുത്. ഉള്ളതുപോലെ നിങ്ങൾ Can you become real to Him? നിങ്ങൾക്ക് ഈ ദൈവത്തിന്റെ മുൻപിൽ ഉള്ളതുപോലെ ഒന്ന് Say, Lord, this is who I am. അയ്യോ, ഞാൻ ഇതാണ് കർത്താവേ, This is what I feel. ഇതാണ് എനിക്ക് തോന്നുന്നത്, This is what I've been going through. ഇതിലൂടെയൊക്കെയാ ഞാൻ സഞ്ചരിക്കുന്നത്. I want to lay it at the altar. കർത്താവേ, എനിക്ക് മറച്ചു വെക്കാൻ ഒന്നുമില്ല, ഞാൻ ഇതൊക്കെ കൊണ്ടുവരികയാ. I lay it, Lord, down at your feet. കർത്താവിന്റെ കാൽക്കൽ ഞാൻ ഇത് വെക്കുകയാ. Amen. ഹല്ലേലൂയ. Teach us also, Lord, ഞങ്ങളെ പഠിപ്പിക്കണമേ. that we will not just worship you out Amen. of feelings. We'll worship you Amen. in spirit and in truth. ഞങ്ങളുടെ വികാരത്തിന്റെ അകത്തുനിന്നല്ല കർത്താവേ, സത്യത്തിലും ആത്മാവിലും അങ്ങേ ആരാധിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണേ. What is the truth? എന്താണ് ഈ സത്യം? That is being authentic. നാം ഒത്തന്റിക് ആകുക, റിയൽ It is ആകുക. being who He has called you to be. നിങ്ങൾ ആരായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുവോ നിങ്ങൾ അതായി തീരുക. And being able to say, Lord, I am not there yet. കർത്താവേ, ഞാൻ അങ്ങ് ആഗ്രഹിക്കുന്നിടത്ത് എത്തി ചേർന്നിട്ടില്ല. But I want to be honest with you. എന്നാൽ കർത്താവേ, ഞാൻ ഉള്ളതുപോലെ അങ്ങ് തുറക്കുക. There is no performance. കർത്താവേ, എന്തെങ്കിലുമൊക്കെ ചെയ്തു കാണിക്കാൻ വേണ്ടി വന്നത്. Just real, raw and honest before Him. കർത്താവേ, ഞാൻ അങ്ങയുടെ മുൻപിൽ യാഥാർത്ഥ്യത്തിൽ ഉള്ളതുപോലെ പച്ചയ്ക്ക് ഞാൻ വരികയാ. That's why today, when we come, we want to polish our worship. അതുകൊണ്ട് തന്നെ ആരാധിക്കാൻ വരുമ്പോൾ നമ്മൾ ഇങ്ങനെ മിനുക്കിക്കൊണ്ട് വരുന്നവരാ. That's why, we wear mask and come and worship Him. അതുകൊണ്ട് മുഖം മൂടികൾ ഇട്ട് അല്ലാത്തതാണെന്ന് ചമഞ്ഞുകൊണ്ടാണ് ആരാധനയ്ക്ക് വരുന്നത്. That's not what the Lord wants. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് അതല്ല. Honest as you are. നിങ്ങൾ ഉള്ളതുപോലെ നിങ്ങൾക്ക് ഓണസ്റ്റ് ആകാൻ കഴിയണം. Truthful as you are. നിങ്ങൾ സത്യം പ്രകടിപ്പിക്കുന്നവരായിരിക്കണം. Raw as you are. പച്ചയ്ക്ക് നിങ്ങൾ ഇന്ന് എന്താണോ അത് കാണിക്കാൻ മടിക്കാത്തവരായി. Amen. ഹല്ലേലൂയ. And so that is why may we learn that our performance kind of worship will not move altars. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം, ചെയ്യാൻ വേണ്ടി ചെയ്തു കാണിക്കുന്ന ചിലത് ഒരിക്കലും ദൈവത്തെ ചലിപ്പിക്കുകയില്ല. But what we do honestly. എന്നാൽ ഏറ്റവും സത്യസന്ധതയോടെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. Amen. ഹല്ലേലൂയ. Being able to worship Him and pray even when you don't feel like. നിങ്ങൾക്ക് തോന്നിയാലും തോന്നിയില്ലെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയുന്ന ഒന്നായിരിക്കണം ആരാധന. When the things are so bad. നിങ്ങളുടെ ജീവിതത്തിൽ അത്ര മോശമായിട്ടായിരിക്കും കാര്യങ്ങൾ പോകുന്നത്. That there is nothing motivating you to worship and pray. ഒന്നും ആരാധിക്കാൻ ഹൃദയപ്രകാരം നമ്മെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒന്നും അന്നേരമില്ല. I don't know whom I'm talking to. ആരോടാ ഞാൻ സംസാരിക്കുന്നതെന്ന് But in എനിക്കറിയില്ല. the spirit I feel some of us today. ആമേൻ. എന്നാൽ എൻ്റെ ആത്മാവിൽ ഞാൻ ഇന്ന് അത് ഫീൽ ചെയ്യുക. And I feel the word saying, arise. ഞാൻ ഈ ഒരു വാക്കാണ് കേൾക്കുന്നത്, നിങ്ങൾ എഴുന്നേൽക്കണം. Arise. എഴുന്നേൽക്കണം. Arise. എഴുന്നേൽക്കണം. With the little that you have, നിങ്ങളുടെ arise. കയ്യിലുള്ള അല്പം കൊണ്ട് നിങ്ങൾ എഴുന്നേൽക്കണം. Amen. ഹല്ലേലൂയ. Arise. Rise. The last thing that I wanted to share today, ഞാൻ ഏറ്റവും അവസാനമായി പറയാൻ and I ആഗ്രഹിക്കുന്നു. shared this also a bit yesterday. കുറച്ച് ഇന്നലെയും പറഞ്ഞു. Remember when you are building an altar, നിങ്ങളൊരു യാഗപീഠം പണിയുമ്പോൾ ഓർക്കണമേ, build it keeping generations in mind. തലമുറകളെ നിങ്ങളുടെ മനസ്സിൽ കണ്ടോണ്ട് വേണം നിങ്ങൾ അത് ചെയ്യാൻ. See, I am not worshiping for today.
ഞാൻ ആരാധിക്കുന്നത് ഇന്നത്തെ ഒരു ദിവസത്തിന് വേണ്ടി. I am not just worshiping so that I could feel good today. ഇന്ന് എനിക്കൊരു നല്ല ഫീൽ കിട്ടാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന ഒരു കാര്യമല്ല. I am not just doing a few meetings so that I can say, oh, I did this. ചില മീറ്റിങ്ങുകളൊക്കെ നടത്തി ഞാൻ ഇങ്ങനെയെല്ലാം ചെയ്തു എന്ന് പറയാനുമല്ല. I am doing this so that 50 years from Amen, now, amen, the amen. flame of God will still light over a city. ഒരു 50 വർഷങ്ങൾക്കപ്പുറത്ത് ഇവിടെ കത്തി ജ്വലിച്ചു നിൽക്കുന്ന ദൈവ സാന്നിധ്യത്തിന്റെ അളവിന് വേണ്ടി അത്രേ ഇന്ന് ഞാൻ ദൈവത്തിൽ നിൽക്കുന്നു. Because my altar speaks. കാരണം യാഗപീഠങ്ങൾ സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു. Even 50 years down the line, 50 വർഷങ്ങൾ കഴിഞ്ഞാലും, 100 years down the line, 100 വർഷങ്ങൾ കഴിഞ്ഞാലും there will be stories that arise. കഥകൾ ഉണ്ടാകും. Oh, one day I went to a prayer house in Chenganur. ഒരു ദിവസം ചെങ്ങന്നൂരിലെ പ്രേയർ ഹൗസിൽ ഞാനൊന്ന് I പോയായിരുന്നു. encountered God. ഞാൻ അവിടെ വെച്ചാണ് ദൈവത്തെ My കണ്ടുമുട്ടിയത്. life changed. എന്റെ ജീവിതം രൂപാന്തരപ്പെട്ടു. And they are passing this word to generation and generation. തലമുറകളിലേക്ക് ആ വ്യക്തിയുടെ സാക്ഷ്യം കൈമാറി പോകുകയാണ്. Today most of the ministries die when the founder dies. ആ ശുശ്രൂഷ കണ്ടുപിടിച്ച ആള് മരിച്ചു പോകുമ്പോൾ ആ ശുശ്രൂഷ അവിടം കൊണ്ട് അവസാനിക്കുന്ന കഥയാണ് പല സഭകൾക്കും. But that is not God's intention for എന്നാൽ us. ദൈവം അതല്ല നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. Amen. Amen. I want to build so many altars. ഒരുപാട് യാഗപീഠങ്ങളെ എനിക്ക് പണിയണം. Even when I am gone, ഞാൻ പോയി കഴിഞ്ഞാല് those altars will be ആ burning. യാഗപീഠങ്ങൾ കത്തിക്കൊണ്ടേയിരിക്കണം. Those cities will be burning. ആ പട്ടണങ്ങൾ കത്തിക്കൊണ്ടേയിരിക്കണം. Those generations will be burning. തലമുറകൾ കത്തിക്കൊണ്ടേയിരിക്കണം. How many of you believe that today? നിങ്ങളിൽ എത്ര പേര് ഇത് വിശ്വസിക്കും? Amen. ഹല്ലേലൂയ. So listen to this very carefully. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. That if we work around our charisma, generations will not be blessed. നമ്മുടേതായിട്ടുള്ള കൃപാവരങ്ങളുടെ ചുറ്റും കിടന്ന് നമ്മൾ പ്രവർത്തിച്ചാൽ തലമുറകൾ പണിയപ്പെടത്തില്ല. Are you with me? Yes. We have to build, Amen, amen. around Hallelujah. the presence. ആമേൻ ആമേൻ. ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ ചുറ്റും പണിയുവാൻ അത്രേ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടേതായിട്ടുള്ള കൃപാവരങ്ങളുടെ ചുറ്റുമല്ല, Not around our giftings, നമ്മുടേതായിട്ടുള്ള കഴിവുകളുടെ ചുറ്റുമല്ല, but around the presence of God. എന്നാൽ ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ ചുറ്റും. Amen. ഹല്ലേലൂയ. When you do that, നിങ്ങളത് ചെയ്യുമ്പോൾ your message will travel to generations. നിങ്ങളുടേതായിട്ടുള്ള ദൂതുകൾ തലമുറകളിലേക്ക് സഞ്ചരിച്ചു. Amen. What you were building blocks by blocks will become a true building one ആമേൻ day. ആമേൻ. ഒരു കല്ലിന്റെ പുറത്ത് ഒരു കല്ല് പറക്കി വെച്ച് നിങ്ങൾ ഇന്ന് പണിയുന്നത് തലമുറകളിലേക്ക് ഒരു വലിയ സ്ഥാപനമായി, വലിയ കെട്ടിടമായി അത് മാറും. This is not a program. ഇതൊരു പരിപാടിയല്ല. This is even bigger than church. ഇത് സഭയെക്കാട്ടിലും വലിയൊരു കാര്യമാണ്. Because it is the lifestyle of a priest. കാരണം ഒരു പുരോഹിതന്റെ ജീവിത ശൈലിയാണ് പ്രാർത്ഥനാ It ഭവനം. requires your commitment, your love and your devotion. നിങ്ങളുടേതായിട്ടുള്ള സ്നേഹം, സമർപ്പണം, തീരുമാനം എല്ലാം ഇതിനകത്തിടണം. Amen. ഹല്ലേലൂയ. This verse, Psalms 141:2, I again read. Let my prayer be counted as incense before you. 141:2 എൻ്റെ പ്രാർത്ഥന തിരുസന്നിധിയിൽ ധൂപമായും എൻ്റെ കൈകളെ മലർത്തുന്നത് സന്ധ്യായാഗവുമായി തീരട്ടെ. Amen. Amen. May we learn to seek God's agenda. ദൈവത്തിന്റെ ഹൃദയത്തിൽ പ്രധാനമെന്നിരിക്കുന്നതിനെ കാണുവാൻ നമ്മുടെ കണ്ണുകൾ തുറക്കട്ടെ. Amen. ഹല്ലേലൂയ. Amen. ആമേൻ. Are you ready നിങ്ങൾ റെഡിയാണോ? to take this up? ഇത് ഒന്ന് സ്വീകരിക്കാൻ നിങ്ങൾ റെഡിയാണോ? Amen. ജീസസ്. Young ones, the thing about what I am noticing is this nation has produced some of the best leaders. ഈ നമ്മുടെ ദേശം ഏറ്റവും നല്ല ശക്തരായ ചില നേതാക്കന്മാരെ കൊണ്ട് പുറത്തിറക്കിയതാണ്. Spiritual leaders. ആത്മീയ നേതാക്കന്മാർ.
But what God is looking for is fathers. എന്നാൽ ദൈവം നോക്കുന്നത് പിതാക്കന്മാരെയാണ്. Amen. ഹല്ലേലൂയ. Many of you, I believe, will walk into that. ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളിൽ പലരും അതിലേക്ക് നടക്കും. Because the agenda is not what you can get out of this. നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് എന്തോ കിട്ടും എന്നല്ല The വിഷയം. agenda is not what people can do for you. നിങ്ങൾക്ക് വേണ്ടി ആൾക്കാരെന്തോ ചെയ്യുമെന്നുമല്ല പ്രാർത്ഥനാ ഭവനം ശുശ്രൂഷ. When you're a father, when you build altars, your dream is to see what they can do for God. ഇതുപോലുള്ള യാഗപീഠങ്ങൾ പണിയുമ്പോൾ ഈ വ്യക്തികൾക്ക് ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഒരു പിതാവിന്റെ ഹൃദയം കാണുന്നത്. How they can move cities. എങ്ങനെ പട്ടണത്തെ ചലിപ്പിക്കുവാൻ ഇതിലൂടെ കഴിയും. How they can move a nation. എങ്ങനെ ഒരു രാജ്യത്തെ ഇത് മുഖാന്തരം ചലിപ്പിക്കുവാൻ I കഴിയും. believe one day ഞാൻ വിശ്വസിക്കുന്നു ഒരു ദിവസം God will send many of you ആമേൻ ആമേൻ across states and ഹല്ലേലൂയ across cities. ആമേൻ And this will become an integral part of your life. ഹല്ലേലൂയ. നിങ്ങളെ പലരെയും ചില സ്റ്റേറ്റുകളിലൂടെ പട്ടണങ്ങളിലൂടെ ദൈവം അയച്ച് ഈ ചെയ്യുന്ന ശുശ്രൂഷ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി തീരുന്നത് പോലെ ദൈവം നിങ്ങളെ ഓടിക്കും.